ഹസൻ റളിയല്ലാഹുവിന്റെ മറുപടിയാണ് അൽ-ആറു ഖൈറുൻ മിനന്നാർ. അതാണ് ഓ സഹോദരന്മാരെ, സയ്യിദന്മാരുടെ നേതാവായ ഹസൻ റളിയല്ലാഹുവിന്റെ നയം കേട്ടോ. ഇനിയും നിങ്ങൾക്ക് സയ്യിദന്മാരെ, നേതാക്കന്മാർ, അവരുടെ ഉപ്പാപ്പമാരുടെ ചരിത്രം കാണാം. ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിലാണല്ലോ നമ്മുടെ നാട്ടിലുള്ള സയ്യിദന്മാരൊക്കെ വരുന്നത്. ആ പരമ്പരയിൽപ്പെട്ട വലിയ മഹാനല്ലേ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് തന്നെ വരാനുള്ള കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് മുമ്പ് 2, ഇശാഇന് ശേഷം 2. ഈ 22 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ മടിയന്മാരല്ലേ നാം? പോകട്ടെ, മുഅക്കദായ സുന്നത്ത് നിസ്കാരം 10 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ആ 10 റക്അത്ത് നിസ്കരിക്കാനും മടിയന്മാരല്ലേ നാം? ഓ സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ റമദാനിൽ വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റളിയല്ലാഹു അൻഹു മാസ്ഹഹത്തി വൽ ആഫിയ ഉള്ളാൽ തങ്ങളെ ഞാൻ നാദാപുരത്തൊരു പള്ളിയിൽ കാണത്തിന് കൊണ്ടുവന്നു. തങ്ങളവர்கள் അന്ന് രാത്രി എന്റെ കൂടെ താമസിച്ചു, എന്റെ കൂടെ ഉണ്ടായി. ബഹുമാനപ്പെട്ടവർ നോമ്പ് തുറന്നു, എന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നു. ഞങ്ങളൊക്കെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ തങ്ങളും നിസ്കരിച്ചു. വയസ്സ് 85 ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ടവർ തറാവീഹ് 20 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ ഞങ്ങളോട് പറയുന്നു, ഞാൻ ചെറുപ്പം മുതലേ 11 റക്അത്ത് വിത്റാണ് നിസ്കരിക്കാറുള്ളത്, അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ ഡ്രൈവറെയും കൂട്ടിയിട്ട് പരിശുദ്ധ റമദാനിൽ 11 റക്അത്ത് നിസ്കാരം പള്ളിയുടെ മറുഭാഗത്ത് പോയി അവിടുന്ന് അതാ നിസ്കരിക്കുന്നു. വയസ്സ് 85 ഉണ്ടല്ലോ. ഞാൻ ആ മഹാന്റെ ഇബാദത്ത് കൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഇപ്പോഴും അവിടുന്ന് അതാ മിനയിൽ നിൽക്കുകയാണല്ലോ, ഹജ്ജിലാണല്ലോ. അല്ലാഹുവേ, ഏതെല്ലാം സാദാത്തുക്കളും ആലിമീങ്ങളും ഉമ്മീങ്ങളും നിന്റെ ദർബാറിനടുക്കൽ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ആഫിയത്തോടെ സർവ്വാദവും നീതി തിരിച്ചു വരാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, സുന്നത്ത് നിസ്കരിക്കാൻ നമ്മൾ മടിയന്മാരല്ലേ? നമ്മൾ സൽക്കർമ്മത്തിന് മടിയന്മാരല്ലേ? എന്നാ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് കേട്ടോ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദിവസേന നിസ്കരിച്ചിരുന്നു. നിസ്കരിക്കാനെന്ന് നിൽക്കുമ്പോൾ ഒതുവെടുത്ത് കഴിയുമ്പോ തന്നെ മഹാനവറുകളുടെ നിറം മഞ്ഞളിച്ചുപോയി. കാരണം ചോദിച്ചപ്പോ പറയുന്നത്, ഞാൻ ഏതൊരു രാജാവിന്റെ മുന്നിലാ പോയി നിൽക്കുന്നത്, ഞാനാ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് എന്റെ നിറം മാറിപ്പോകുന്നു. ആ നിലക്ക് തത്വയോടെ ജീവിച്ചവരല്ലേ മുൻഗാമികളായ സയ്യിദന്മാർ, മുൻഗാമികളായ ആലിമീങ്ങൾ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു പരിചയമില്ലാത്ത ആലിമീങ്ങളുണ്ടോ? ആ മഹാനായ സുഹ്രി ഇമാം റളിയല്ലാഹു അൻഹു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി, അന്നത്തെ ഭരണാധികാരി മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ അതാ കൈക്ക് നാമം വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയി അതേ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഹാജരാക്കിയിട്ട് അവരൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു കണ്ട് കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് സമീപത്ത് എന്നിട്ട് പറഞ്ഞു, ഈ വിഷമം നിങ്ങൾക്കായിപ്പോല്ലോ തങ്ങളോ, അത് എനിക്കാണെങ്കിൽ തിരക്കേറില്ലായിരുന്നു, നിങ്ങൾക്കായിപ്പോല്ലോ എന്ന് ആ മഹാന്റെ മുന്നിൽ വെച്ച് മഹാപണ്ഡിതനായ ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി,
എന്തൊരു മറുപടിയാണ്! അതേ പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇമാം സുഹരി എന്റെ കൈക്ക് ചങ്ങല വെച്ചത്, കൈക്ക് ആമം വെച്ചത് എനിക്കൊരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുകയല്ലേ അല്ലാഹു തആല. ദുനിയാവിലുള്ള പ്രശ്നം ആഖിറം ഓർമ്മിപ്പിക്കാനല്ല തന്നതല്ലേ. അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് ക്ഷമിച്ചിരുന്ന ബഹുമാനപ്പെട്ടവര്, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവരെന്താ ചെയ്യുന്നത്? ആ നിൽക്കുന്ന സ്ഥലത്ത് കയ്യെന്നങ്ങ് നീക്കിയപ്പോ കയ്യിന്റെയും കാലിന്റെയും ചങ്ങല താനേ അങ്ങ് നീങ്ങിപ്പോയി. കറാമത്താണ് കേട്ടോ, കറാമത്തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. കയ്യിന്റെയും കാലിന്റെയും ചങ്ങല അങ്ങനെ തന്നെ അങ്ങ് നീങ്ങിപ്പോയി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇമാം സുഹരി നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഈ മദീനയിൽ നിന്ന് 2 ദിവസം കൊണ്ട് നാടങ്ങ് വിടും കേട്ടോ. ആരെന്നെ കാവൽ വന്നിട്ടും കാര്യമില്ല, ഞാൻ നാടങ്ങ് വിടും, നിങ്ങൾക്ക് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ ബഹുമാനപ്പെട്ടവരെ കാണുന്നില്ല. അതേ പട്ടാളക്കാരി തെരിയാണ്, കാണുന്നില്ല. ഒട്ടാകെ നോക്കിയിട്ട് കാണുന്നില്ല. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ അബ്ദുൽ മലിക്കിന്റെ സമീപത്ത് എന്ന് വിവരം അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയാണ്, അതേ അതവിടുന്ന് നേരത്തെ തന്നെ പറഞ്ഞ സംഗതിയല്ലേ, അത് നേരത്തെ തന്നെ പറഞ്ഞ സംഗതിയല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമല്ലേ. ഔലിയാക്കളല്ലേ ആ സയ്യിദന്മാർ, കറാമത്തുകളുള്ളവരല്ലേ ആ സയ്യിദന്മാർ. ആ മഹാനായ സൈനുല്ലാബിദീൻ റളിയല്ലാഹു അൻഹുവിനോട് അസൂയ ഉണ്ടായിരുന്നു അന്നുള്ളവരെ ഭരണാധികാരികൾക്ക്. കാരണം തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് കാണുമ്പോ വല്ലാത്ത അസൂയ ഉണ്ടാകുന്ന ആളുകൾ ഇപ്പോഴും ലോകത്തില്ലേ. ആ നിലക്കുള്ളൊരു അസൂയ അന്നുണ്ടായിരുന്നു. ആ അസൂയ കാരണത്താൽ കേട്ടിട്ടില്ലേ, നിങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതാ കഅബ ശരീഫിന്റെ അടുക്കലേക്ക് അന്നത്തെ ഭരണാധികാരി വന്നപ്പോ, അതേ അബ്ദുൽ മലിക്കാണ് അല്ലെങ്കിൽ വലീദാണ് അന്നത്തെ ഭരണാധികാരി വന്നപ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ സവായിഖുൽ മുഹരിഖ എന്ന കിതാബിൽ രേഖപ്പെടുന്ന ചരിത്രം കിതാബ് നോക്കിയാ ഞാൻ വായിക്കുന്നത്. അടുത്ത് ബഹുമാനപ്പെട്ട മഹാനായ സൈനുല്ലാബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പള്ളിയിൽ കഅബ ശരീഫിന്റെ അടുക്കലേക്ക് വന്നു അന്നത്തെ ഭരണാധികാരി വന്നു. ഭരണാധികാരി രാഷ്ട്രീയ നേതാവല്ലേ. വന്നപ്പോൾ അദ്ദേഹത്തിന് തിരക്ക് കൊണ്ടങ്ങ് പോകാൻ കഴിയുന്നില്ല. ആളുകളുടെ ഒരു ബഹുമാനം കാണിക്കുന്നില്ല. തങ്ങന്മാരോടുള്ള ബഹുമാനമുണ്ടോ? സഹോദരന്മാരെ, ഭൗതികമായ നിലക്ക് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നു. ആ നിലക്ക് ജനങ്ങളൊന്നും കാപത്തിനെടുക്കൽ ഈ ഭരണാധികാരി ബഹുമാനിക്കുന്നില്ല. മിമ്പർ കൊണ്ടുവന്നു വെച്ച് സംഘം ജനത്തിന്റെ അടുക്കൽ അവിടെ വെച്ച് അയാൾ ഇങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോ ശാമുകാരായ സിറിയക്കാരായ കുറെ ആളുകളോട് നിൽക്കുന്നു. അപ്പവല്ലേ സയ്യിദായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സൈനുല്ലാബിദീൻ റളിയല്ലാഹു അൻഹു കയറി വരുന്നു. ഹജറുൽ അസ്വദിന്റെ സമീപത്ത് എത്തിയപ്പോ എല്ലാവരും മാറിക്കൊടുക്കുന്നു. സൈനുല്ലാബിദീൻ റളിയല്ലാഹു അൻഹു സയ്യിദല്ലേ, തങ്ങളല്ലേ, ബഹുമാനപ്പെട്ടവർക്ക് ജനങ്ങളെല്ലാം മാറിക്കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഹജറുൽ അസ്വദ് ചുംബിക്കുകയാണ്, ഹജറുൽ അസ്വദ് തൊട്ടുമണക്കുകയാണ്. അപ്പോൾ ഹിശാം എന്ന് പറയുന്ന ഭരണാധികാരിയോട് ചോദിക്കുകയാണ്, അവിടെയുള്ള സാമുകാർ ചോദിക്കുകയാണ്, ആരാണത്? ഭരണാധികാരിക്ക് പേര് പറയാനൊരു മടി. കാരണം പറഞ്ഞാൽ ഇയാൾ ഇത്ര വലിയ ബഹുമാനമുള്ള ആളാണെന്ന് മനസ്സിലാക്കി എന്റെ പിന്നിലുള്ളവർക്ക് മൂപ്പറ പിന്നാലെ പോകുമോ എന്ന പേടിയാണ്. ആ പേടി കൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴല്ലേ ലോകപ്രശസ്ത കവിയായ പണ്ഡിതൻ ഫറസ്ദഖ് അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ അപ്പോഴങ്ങ് ചൊല്ലിയതാണ്, ഭരണാധികാരിയായ നിങ്ങൾക്ക് അയാളെ അറിയൂല അല്ലേ? എന്നാൽ കഅബ ശരീഫിനും ഹറമിനും ഹില്ലിനും ആ മഹാന പരിചയമുണ്ട് കേട്ടോ. ഇത് വല്ലാത്ത ഭക്തിയുള്ള, വല്ലാത്ത പരിശുദ്ധതയുള്ള ആ വലിയ അടയാളമായ മഹാനല്ലേ. إذا رأته قريش قال قائلها إلى مكارمها لا ينتهي الكرم. ഈ മഹാന്റെ മഹത്വം പോയി ആരിലേക്കാണ് മുട്ടുന്നതെന്ന് ഖുറൈശികൾ കണ്ടാൽ പറയും കേട്ടോ.
മുസ്ലിമീങ്ങളായ അറബികളും അനറബികളുമൊക്കെ ഒരുപോലെ ബഹുമാനിക്കുന്ന നേതാവായ സയ്യിദുല്ലനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മക്കളല്ലേ സയ്യിദന്മാർ നബി തങ്ങളുടെ കുടുംബമല്ലേ. വീണ്ടും നീട്ടിപ്പാടി അലബിനു ഫാത്തിമതൈൻതജാഹിലഹു ബിജദ്ദി അംബിയാഉല്ലാഹി ഖദ് ഖുതിബു. നിനക്കയാളെ അറിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ മകനാണ്, മകനാണ്. ഓ ഭരണാധികാരി, നിങ്ങൾക്കറിയില്ലെങ്കിലും ഉപ്പാപ്പ അമ്പിയാക്കളുടെ പൂർത്തീകരണം നടന്ന മുഹമ്മദ് റസൂലുള്ളാഹിയാണ് കേട്ടോ. നീണ്ട പദ്യം ഫറസ്ദത്തെന്ന് ചൊല്ലി അതിന്റെ പേരിൽ ഫറസ്ദത്തിന്റെ ഭരണാധികാരി അറസ്റ്റ് ചെയ്തുപോയി. ആ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഫറസ്ദത്തിൽ 12,000-ഓളം ദിർഹമുകൾ മഹാനായ സൗലുല്ലാബിദീൻ തങ്ങൾ അതാ സമ്മാനമായി കൊടുത്തയച്ചു. കാരണം സയ്യിദന്മാരുടെ ബഹുമാനം ഭരണാധികാരികളെ മുഖത്ത് നോക്കി പറഞ്ഞ കാരണത്താൽ 12,000 ദിർഹം സമ്മാനമായി കൊടുത്തയച്ചു. ആ സമ്മാനം കിട്ടിയപ്പോ ഫറസ്ദക്കെന്ന കവി എന്ന് പറഞ്ഞു, ഞാൻ ഈ പണത്തിനു വേണ്ടി സയ്യിദന്മാരെ ബഹുമാനം പറഞ്ഞിട്ടില്ല, ഞാൻ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിച്ച് ചൊല്ലിയതാണ്. അപ്പോൾ സയ്യിദുല്ലാബിദീൻ തങ്ങളുടെ മറുപടി, ഇന്നാ അഹ്ല ബൈത്തിൻ നിരാബഹബിനാ ശൈഅൻ ലാ നസ്തഈദു. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, ഞങ്ങളൊരു ഹദിയ കൊടുത്താൽ അത് പിന്നെ തിരിച്ചു വാങ്ങലില്ല, തിരിച്ചു കൊടുക്കലും ശരിയല്ല, നിങ്ങളത് വാങ്ങിക്കൂ. അത് പറഞ്ഞപ്പോ ഫറസ്ദഖ സമ്മാനം ഏറ്റുവാങ്ങി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം വല്ലാത്ത ബഹുമാനമുള്ള കുടുംബം തന്നെ. പരമ്പര മുറിയാത്ത നബി കുടുംബം എന്ന പേരിൽ ഞാൻ പ്രത്യേകം ഒരു ദിവസം പ്രസംഗിച്ച കേസറ്റുകൾ ഉണ്ടല്ലോ, അത് കിട്ടുന്ന കാലത്ത് നിങ്ങൾ വാങ്ങിക്കോട്ടോളൂ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളാണല്ലോ. ആ കുടുംബങ്ങളിൽ പ്രഗത്ഭനായ മഹാനല്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ശത്രുക്കൾ കൊന്നു കളഞ്ഞതാണ്. ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കർബലയിലാണ്. ആ കർബലയിൽ വലിയ മക്ബറയുണ്ട്. ഇതുപോലെ ഇറാഖിൽ മറവ് ചെയ്യപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയ മക്ബറയുണ്ട് കേട്ടോ. മക്ബറകളിലേക്ക് നേർച്ചയും സംഭാവനയും വന്നാൽ അതെടുത്തിട്ട് മദ്രസക്കും പള്ളിക്കും നല്ല കാര്യത്തിനും അതുപോലെ മക്ബറയിലുള്ളവരുടെ കുടുംബത്തിനുമൊക്കെ ചെലവഴിക്കുന്ന പതിവ് പഴയ കാലത്തുണ്ട്. ആ മക്ബറയിൽ വരുന്ന വരുമാനങ്ങൾ അത് തെറ്റാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. അവരെ കുറിച്ചൊറ്റ വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മം മക്ബറയുള്ള കർബല. ആ കർബലയിലെ മക്ബറ പൊളിച്ചതാരാണ്? പൊളിച്ചതെപ്പോഴാണ്? അത് പൊളിച്ചത് ഇന്ന് നമ്മുടെ രാജ്യത്ത് പറയുന്ന പുത്തൻവാദികളിലെ പഴയകാലത്ത് വഹാബികളെന്നാണ് അവരെ കൊണ്ട് പറയാറുള്ളത്. അവര് തന്നെ പുറത്തിറക്കുന്ന ഒരു പത്രമാണ്, പുറത്തിറക്കിയൊരു പത്രമാണിത്. നബീന നജിദിന്റെ ചരിത്രം. KC അബൂബക്കർ മൗലവി അവരുടെ നേതാവാണ്. അയാൾ എഴുതുകയാണ്, കർബല ആക്രമണം 1801 ഏപ്രിൽ 30 10,000 വരുന്നൊരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. നിങ്ങൾ ഓർക്കണം, മഖാമിന് പൊരുത്തത്തോടെ കിട്ടുന്ന പണം വാങ്ങിയെടുക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന ജനങ്ങൾ അവരുടെ നേതാക്കന്മാരെടുത്ത പണിയാണ് അവർ എഴുതി വെക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാർ വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു.
മക്ബറയിലേക്ക് നേർച്ചയാക്കുന്നവരോട് അബൂജഹലിനെ പോലത്തെ ആളുകളോടുള്ള ഭീഷണഗതിയായിരുന്നു ഹാദികൾക്കുണ്ടായിരുന്നതെന്ന് KC അബൂബക്കർ മൗലവി അവരുടെ പത്രമായ അൽ-ഇത്തിഹാദിലാണ് രേഖപ്പെടുത്തിയത്. ഖുർആൻ വിരുദ്ധ മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിൽ കുറ്റ്യാടിയിൽ എടുത്ത് പ്രസംഗിച്ച കേസറ്റ് കിട്ടുമ്പോ നിങ്ങളത് വാങ്ങിക്കോട്ടോ, ഇതിന്റെ CD പത്രം ഞാൻ CD-യിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ പറയുന്നത് പിന്നീട് വഹാബികൾ ഇറാഖിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ യാറത്തിലേക്കാണ് തിരിച്ചത്. രാത്രി സമയത്ത് മുന്നറിവ് കൂടാതെയാണ് ആക്രമണം നടത്തിയതെങ്കിലും കാവൽ പോലീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടതുകൊണ്ട് അവർ അട്ടഹസിച്ച് നാട്ടുകാരെ ഉണർത്തി. നാട്ടുകാരെല്ലാം ഒന്നായി ചേർന്നുകൊണ്ട് വഹാബികളെ ചെറുത്തു. അട്ടഹാസം ഉയർന്നപ്പോൾ ചുറ്റിലുമുള്ള അറാബികൾ ഉണർന്നോടിയെത്തി വഹാബികളെ പിന്തുടർന്നു. അവർക്ക് വളരെ നാശങ്ങൾ ഒരുക്കി. തന്നിമിത്തം വഹാബികൾ പരാജയത്തോടെ സമാവാഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ മഖബറയിലും പോയി കവർച്ച നടത്തിയത് പിന്നീട് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ മൊയ്ദ് മൗലവി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെയും മുജാഹിദിന്റെയും നേതാവായൊരു മൗലവി ഉണ്ടല്ലോ, ആ മൗലവി അതാ CH മുഹമ്മദ് കോയ സാഹിബ് അവതാരിക എഴുതിയ പുസ്തകത്തിൽ, അതേ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കഅബ ശരീഫിലുള്ള പണങ്ങളും കൊള്ളയടിച്ചത് ഈ മുജാഹിദുകൾ വഹാബികൾ തന്നെയാണെന്ന് അദ്ദേഹം ഇതിലും എഴുതി വെച്ചത് കാണുന്നുണ്ട്. കേട്ടോളൂ സഹോദരന്മാരെ, ഹിജ്റ 1115 ക്രിസ്ത്യാബ്ദം 1703 നജിദിലെ ദക്ഷിണ ഭാഗത്തുള്ള ഐലിയ എന്ന ഗ്രാമത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാദനായി ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് ചരിത്രം എഴുതുകയാണ്. ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്. നജിദിലെ ഭരണകർത്താക്കൾ വന്ന് ചെയ്ത കാര്യങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, 1216 ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജി, അസ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജനാവുകളും രത്നങ്ങളും എല്ലാം പിടിച്ചെടുത്തവ പട്ടാളക്കാരുടെ വിതരണം ചെയ്തു. കബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. പിന്നെയും പറയുകയാണ്, പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം മദീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. കബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവർത്തികൾ ചെയ്തു. കബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിന് കാരണമായി. മക്കയിലും മദീനയിലും ചെന്ന് മഹാന്മാരെ മക്ബറ തകർക്കുകയും അവിടെയുള്ള മഖാമുകൾ കൊള്ളയടിക്കുകയും കഅബത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിലുമുള്ള പൊന്നുകൾ കവർന്ന് കത്തെടുക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തെന്ന് അഭിമാനത്തോടെ ഈ മക്ബറ വിരോധികൾ, സജ്ജന വിരോധികൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും കുടുങ്ങിപ്പോകാതെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മഹാന്മാരെ മക്ബറക്ക് സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കണം. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസല്ലേ, ഇമാം ബുഖാരിയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂലുലൂത്തിന്റെ കുത്തു കൊണ്ടിട്ട് വീണല്ലോ. ആ വീണ സ്ഥലത്ത് നിന്ന് ആളുകൾ എടുത്തുകൊണ്ടുപോയി കിടത്തിയല്ലോ. കിടത്തിയ സ്ഥലത്ത് നിന്ന് അതാ കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുത്തപ്പോ ആ മാസത്തിന് പറ്റിയ മുറിയുടെ ഉള്ളിലൂടെ അത് ഒഴിഞ്ഞു പോയപ്പോ മരണം ഉറപ്പായല്ലോ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ നീ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ അടുക്കൽ പോകണം. എന്നിട്ട് നീ ആയിഷ ബീവിയോട് പറയണം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യപ്പെട്ട മഖ്ബറ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിന്റെ പിന്നിൽ മറവ് ചെയ്തല്ലോ. ആ മഖ്ബറയിൽ ഒരു ഖബറിന്റെ സ്ഥലം ബാക്കിയുണ്ടല്ലോ, അത് ഈ ഉമറിന് തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിക്കണം. സഹോദരന്മാര് ചിന്തിക്കണം, ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ ഖബർ വെക്കുന്നത്, ഖബർ ചോദിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചപ്പോ ആയിഷ ബീവി വിട്ടുകൊടുത്തു. അത് വലിയ സന്തോഷമായി പോയി. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തപ്പോ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു ഫത്ഹുൽ ബാരിയിൽ പറയാതെ എന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും മറവ് ചെയ്ത മൈതാനിയിൽ ധാരാളം സ്ഥലമുണ്ടായിട്ട് ഈ സ്ഥലം ചോദിച്ചു വാങ്ങിയത് എന്തിനാണ്? അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ അത് ഔലിയാക്കളെ നേതാവിന്റെയും അമ്പിയാക്കളെ നേതാവിന്റെയും മഖ്ബറയാണല്ലോ.
ഉണ്ടല്ലോ, അവിടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും, ബറക്കത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ റഹ്മത്തും ബറക്കത്തും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന് ഖിയാമത്ത് നാൾ വരെ കിട്ടാനാണ് ആ മഖ്ബറയിൽ തന്നെ മറവ് ചെയ്യണമെന്ന് സ്ഥലം ചോദിച്ചു വാങ്ങിയതെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ സഹീഹ് ബുഖാരിയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള മഹാന്മാർ വിശ്വസിച്ചത് മഹത്വമുള്ളവരുടെ മഖ്ബറയിൽ ബറക്കത്ത് ഇറങ്ങുന്നുണ്ടെന്നാണ്, റഹ്മത്ത് ഇറങ്ങുന്നുണ്ടെന്നാണ്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. കേട്ടു. പിന്നെയോ മഖ്ബറയിൽ ചെന്നാൽ വേണ്ടത്, മഖ്ബറ സന്ദർശിക്കുമ്പോൾ വേണ്ടത് മഖ്ബറയിലുള്ളവരെ വിളിക്കലാണ്, പറയലാണ്. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ ഇവിടെ സ്റ്റേജ് ബുക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കൊക്കെ സലാം ചൊല്ലിയില്ലേ? എങ്ങനെ സലാം ചൊല്ലിയത്? അസ്സലാമു അലൈക്കും. ഞാനെന്തല്ലേ മിമ്പർ മുന്നിൽ ഖത്തീബ് സലാം ചൊല്ലല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലേ? പിന്നെണ്ട് സാഹിത്യ സമാജത്തിൽ കുട്ടികൾ സലാം ചൊല്ലലുണ്ട്. അധ്യക്ഷരെ, ഉദ്ഘാടകരെ, മറ്റയാളെ അസ്സലാമു അലൈക്കും. അത് അങ്ങനെയല്ല സലാം പറയേണ്ടത്. സലാം പറയേണ്ടത് കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. തുടക്കം തന്നെ സലാമാവേണ്ടത്. അതാ ഖത്തീബ് കാണിക്കുന്നത്. മിമ്പർ കയറുവാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെയാ സലാം പറയേണ്ടത്. പക്ഷെ ആരോട്? ജീവിച്ചിരിക്കുന്നവരോട്. വിളിച്ചിട്ടല്ല സലാം പറയേണ്ടത്. എന്നാൽ വിളിച്ച് സലാം ചൊല്ലിയാൽ ഹറാമാണ് എന്നല്ലോ, അത് വേറെ വിഷയം. എന്നാൽ അത് ഏറ്റവും ശരിയായ ഉപായം പറഞ്ഞു. എന്നാൽ മരിച്ചവരോട് സലാം ചൊല്ലണ്ടേ? എങ്ങനെ മരിച്ചവരോട് സലാം ചൊല്ലണോ? മരിച്ചവരെ വിളിച്ചിട്ട് സലാം ചൊല്ലണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു കൂട്ടർ പഠിപ്പിക്കുന്നത് മരിച്ചവരെ വിളിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് സലാം ചെല്ലുമ്പോൾ പോലും വിളിക്കണോന്നാ, അല്ലേ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസ് നോക്കൂ നിങ്ങൾ. എങ്ങനെയാ സലാം ചെല്ലേണ്ടത് മരിച്ചാക്ക്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. സിയാറത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകം എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പോരാ, അവരെ വിളിക്കണം, ഖബറിലുള്ളവരെ വിളിക്കണം. അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായി ഈ വീടുകളിൽ താമസിക്കുന്ന വീട്ടുകാരെ അസ്സലാമു അലൈക്കും വിളിച്ചിട്ട് പറയണമെന്നാണ്. മരിച്ചവരെ വിളിച്ച് സലാം പറയണമെന്നാണ്. മരിച്ചവരെ വിളിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, സഹാബത്ത് പറഞ്ഞിട്ടില്ല. എന്തിനധികം പറയണം? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്ത പണി വഫാത്തായ നബിയെ വിളിക്കലാണ്. ബുഖാരിയിൽ നിങ്ങൾക്ക് ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന് മുഖത്തടക്കം അവിടെ നിന്ന് പുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പുറപ്പ് മുഖത്ത് നിന്ന് നീക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഒന്ന് നന്നായി ചുംബിച്ചിട്ട് കണ്ണെന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ട് മുഖമുയർത്തുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്. മരിച്ചതിന് ശേഷം വിളിക്കരുതെന്നല്ലേ ചിലർ പറയുന്നത്. എന്നാ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു വിളിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്. വിളിച്ചത് എന്താണ്? ബിഅബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരെ, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ എന്ന് നബിയെ വിളിക്കുകയാണ്. ആദ്യം തന്നെ ഔലിയാക്കളെ നേതാവായ ഈ ഉമ്മത്തിലേറ്റവും വിവരമുള്ള മഹാനായ, ഈ ഉമ്മത്തിൽ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പഠിപ്പിച്ച മഹാന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് നബി തങ്ങൾ വഫാത്തായപ്പോൾ നബിയെ ഉറക്കെ വിളിക്കുന്നു, പറയുന്നു. ജീവിതകാലത്ത് വഫാത്തിന് മുമ്പ് പറയുന്നത് പോലെ പറയുന്നു, നബിയേ എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. അത് പറഞ്ഞ ഉടനെ മഹാനവറുകൾ പിന്നെയും പറയുന്നു, നബിയേ ലാ യജ്മഉ ഇല്ലല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ.
രണ്ട് മരണം അന്നേക്കല്ല സംഘടിപ്പിക്കൂല നബിയേ. അല്ല കണക്കാക്കിയ മൗത്തൂത്തായി കഴിഞ്ഞു നബിയേ. ജീവിതകാലത്ത് സംസാരിക്കുന്നത് പോലെ തന്നെ വഫാത്തിന്റെ ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു സംസാരിക്കുന്നു. ഏതൊരു മുസ്ലിമും മരണപ്പെട്ടു പോയ മുഅ്മിനിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അതാ ജീവിതകാലത്ത് വിളിക്കുമ്പോലെ വിളിച്ചിട്ട് സലാം പറയുന്നു. എന്നിട്ടോ പറഞ്ഞ ഉടനെ പറയുന്നത് ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളെ ഇവിടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എയർപോർട്ട് എന്ന് പറയുന്ന മാതിരി യാതൊരു വ്യത്യാസമില്ല. ഇൻഷാ അല്ലാഹ് ഞാനും അടുത്ത പ്ലെയിനിൽ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന മാതിരി ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. പിന്നെന്താ പറയുന്നത്? മഖ്ബറയാണല്ലോ. മഖ്ബറയുടെ സമീപത്ത് വെച്ചുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്. അതിനുള്ള ഉത്തരം തരാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിനോട് ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്യുന്നു. ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു? ചിലർ പറയും ഖബറിലുള്ളവർക്ക് വേണ്ടി മാത്രം ദുആക്ക്. അങ്ങനല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഖബറിലുള്ളവർക്ക് വേണ്ടി ദുആക്കണം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. അതാണ് നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കോ മരിച്ചുപോയ നിങ്ങൾക്കോ ഞങ്ങൾ അല്ലാഹുവിനോട് അതാ സൗഖ്യം ചോദിക്കുന്നു എന്ന് ഖബറിന്റെ അടുക്കൽ വെച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ചോദിക്കണം, അതേ മരിച്ചവർക്ക് വേണ്ടിയും ചോദിക്കണം. അങ്ങനെ ഖബറിന്റെ അടുക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ ഖബറാളികളായ മഹാന്മാരെ വിളിച്ചുകൂടാ, ഖബറിനടുക്ക പോയി ദുആ ചെയ്തുകൂടാ, മഖ്ബറയുടെ സമീപത്ത് ഖുർആൻ ഓതിക്കൂടാ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാഞ്ഞിട്ടാണ് ജനങ്ങളെ, പഠിക്കാഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങളെ. നിങ്ങൾ അത്തരത്തിലുള്ള പുതിയ ആശയങ്ങളിലൊന്നും തന്നെ പെട്ടുപോകണ്ട. ഇനി ഒരൊറ്റ കാര്യം പറഞ്ഞൊരു ചെറിയ ചരിത്രവും പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തട്ടെ. അതെന്താണെന്നറിയോ? മരിച്ച മയ്യത്തിന്റെ മേൽ ഖുർആൻ ഓതുമെന്ന് പറഞ്ഞില്ലേ ഞാൻ? ചിലർ മരിച്ച മയ്യത്തിന്റെ മേൽ ഖുർആൻ ഓതാൻ പറ്റൂല. പിന്നെ എന്നോട് മയ്യത്ത് നിസ്കരിക്കാം, പിന്നെ മയ്യത്ത് നിസ്കരിക്കാം. മയ്യത്ത് നിസ്കാരം എന്താ? മയ്യത്ത് നിസ്കാരം ഞാൻ മഞ്ചേശ്വരത്തിൽ വെച്ച് വാദപ്രയോഗം നടത്തി. ആ വാദപ്രയോഗത്തിന്റെ CD കേസറ്റിൽ നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ ഇടമുട്ടം എന്ന സ്ഥലത്ത് നിന്ന് നടത്തി. പിന്നെ അത് ആ നാട്ടിന്റെ പേര് ഇടമുട്ടം എന്നാണ്. അതുകൊണ്ട് സംവാദം പേർക്ക് മുട്ടിയത് സുബ്ഹാനല്ലാഹ്. പുസ്തകത്തിന്റെ പകുതി മൂടി വെച്ച് വായിച്ചപ്പോ പിടിച്ചപ്പോ വായിക്കാൻ പറഞ്ഞു, വായിക്കൂലാന്നായിരുന്നു. അങ്ങനെയാണ് മുട്ടിപ്പോയത്. സ്വാധീനിക്കട്ടെ, അതാ ഇടമുട്ടം സംവാദം. എന്നാൽ ഞാൻ എന്റെ മുസ്ലിമുകളോട് പറയട്ടെ, ഞാൻ മഞ്ചേശ്വരത്ത് വെച്ച് അവർക്കും കേൾപ്പിച്ച് നേരിട്ട് വന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തേ ചിന്തയില്ലേ? നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ? മയ്യത്ത് നിസ്കാരം, മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടാ നീയത്ത്? എന്താ മോനെ മയ്യത്ത് നിസ്കരിക്കുന്ന നീയത്ത്? എല്ലാവർക്കും അറിയില്ലേ എന്താ മയ്യത്ത് നിസ്കരിക്കുന്ന നീയത്ത്? ഈ മയ്യത്തിന്റെ പേരിൽ സർവായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അല്ലേ? മയ്യത്തിന്റെ പേരിൽ സർവായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയല്ലേ നിസ്കാരം? അപ്പൊ ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആരെ പേരില്ല? മയ്യത്തിന്റെ പേരിൽ. എന്നാലും നമ്മൾ നോക്കുക, ഒന്നാമത്തെ പരിപാടി എന്താണ് മയ്യത്ത് നിസ്കാരത്തിൽ? ഈ മയ്യത്തിന്റെ പേരിൽ സർവായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഒന്നാമത്തെ പരിപാടി ദിക്ർ, അല്ലാഹു അക്ബർ ദിക്റ. ഈ ദിക്ർ ആരെ പേരില്ല? മയ്യത്തിന്റെ പേരിൽ. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് മയ്യത്തിന്റെ പേരിൽ ഒരു ദിക്ർ. അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി അൽ ഫാത്തിഹ അല്ലേ? അൽ ഫാത്തിഹ എന്ന് പറയണ്ട, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. ആരെ പേരിൽ? മയ്യത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നു. ഇനി അടുത്ത പരിപാടി എന്താണ്? വീണ്ടും ഒരു ദിക്ർ, അല്ലാഹു അക്ബർ ഒരു ദിക്ർ. ആരെ പേരില്ല? മയ്യത്തിന്റെ പേരിൽ. നിങ്ങൾ എന്താ നിയ്യത്ത് ചെയ്യാറുള്ളത്? എന്താ നിയ്യത്ത് ചെയ്യാറ്? മയ്യത്ത് നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം മയ്യത്തിന്റെ പേരിൽ തീർത്ത് മയ്യത്തിന്റെ പേരിലല്ലേ? അപ്പൊ അല്ലാഹു അക്ബർ എന്ന ദിക്ർ മയ്യത്തിന്റെ പേരിൽ, ഫാത്തിഹ സൂറത്ത് മയ്യത്തിന്റെ പേരിൽ, പിന്നെയും അല്ലാഹു അക്ബർ മയ്യത്തിന്റെ പേരിൽ. അടുത്ത പരിപാടി അടുത്ത മയ്യത്തിന്റെ പേരിൽ ഒരു സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുള്ള സലാത്ത് മയ്യത്തിന്റെ പേരിൽ, മയ്യത്തിന്റെ പേരിൽ ഒരു സലാത്ത്. സലാത്തിന്റെ പിന്നെ പരിപാടി അല്ലാഹു അക്ബർ വീണ്ടും ഒരു ദിക്ർ. അടുത്ത പരിപാടി എന്താണ്? ദിക്ർ കുറെ കൂടുതലല്ലോ. ദിക്ർ ധാരാളമാണല്ലോ. പിന്നെ ദിക്ർ. പിന്നെ അടുത്ത എന്താണ്? അടുത്ത മയ്യത്തിന്റെ പേരിൽ ദുആ. അടുത്ത എന്താണ്? അല്ലാഹു അക്ബർ വീണ്ടും മയ്യത്തിന്റെ പേരിൽ ദിക്ർ. അടുത്ത എന്താണ്? മയ്യത്തിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു സലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മയ്യത്തിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് സലാം. ഇതല്ലേ മയ്യത്ത് നിസ്കാരം? അപ്പൊ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ മയ്യത്തിന്റെ പേരിൽ ദിക്ർ ചൊല്ലുക, മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതുക, മയ്യത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, മയ്യത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കുക.
പിന്നെ മയ്യത്തിന്റെ പേരിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മയ്യത്ത് നിസ്കരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനിയും 100 തെളിവ് പറയാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ വേണ്ടിയുള്ള തെളിവാ പറഞ്ഞത്. മയ്യത്തിന്റെ പേര് ഖുർആൻ ഓതുക. ആണ്ട് നേർച്ച കഴിക്കുന്ന വേണ്ടത് എന്താണ്? ആണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി വന്നത് അവിടുന്നല്ലേ. നേർച്ച എന്ന് പറഞ്ഞാൽ ഇൽത്തിസാമും കല്ലഫും ഖുർബത്തും ലംബതഅയ്യൻ, നിർബന്ധമില്ലാത്ത നല്ല കാര്യം ഞാൻ ചെയ്യുമെന്ന് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ഞാനൊരു ഉലഹിയത്തിറക്കും എന്ന് ഏറ്റെടുത്ത് പറഞ്ഞാൽ അത് നേർച്ചയായി. അത് നേർച്ചയായി. നാളെ രാവിലത്തെ സുബഹിന്റെ മുമ്പ് 2:30 അത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുമെന്ന് നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ അത് നേർച്ചയായി, ചെയ്യൽ നിർബന്ധമായി. അപ്പൊ നേർച്ച എന്ന് പറയുന്നത് പുണ്യകർമ്മം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നതിനാണ്, ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഫർദായ കാര്യം നേർച്ചയാക്കാൻ പറ്റൂല. നാളെ രാവിലെ സുബഹി നിസ്കരിക്കുന്നത് നേർച്ചയാക്കി എന്ന് പറയാൻ പറ്റൂല. കാരണം നേർച്ചയാക്കിയില്ലെങ്കിലും ഫർദ് തന്നെയാണ്, നിർബന്ധമാണ്. അപ്പൊ സുന്നത്തായ കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അതെല്ലാം അള്ളാഹ്ക്കന്നെ. പൈസ നിസ്കരിച്ചായിരിക്കാം അള്ളാഹ്ക്ക്. മയ്യത്ത് അള്ളാഹുന്നല്ല, മയ്യത്ത് നിസ്കാരം നിർവഹിച്ചത് അള്ളാഹ്ക്കാണ്. മുസ്ലിമായ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനവും അള്ളാഹ്. ഞാൻ പ്രസംഗിച്ചതായിരിക്കാം അള്ളാഹ്ക്ക്. എന്നുവെച്ചാൽ കേൾക്കുന്നത് നിങ്ങളല്ലാതല്ല. ഉപകാരം നിങ്ങൾക്ക്, ഉപകാരം നിങ്ങൾക്ക്, എനിക്ക്. ഞാൻ സമർപ്പിക്കുന്ന അള്ളാഹുവിന്. അങ്ങനെയാ മുസ്ലിമിന്റെ എല്ലാ പ്രവൃത്തിയും. അത് നേർച്ച മാത്രമല്ല. ചില നേർച്ച അള്ളാഹ്ക്ക് മാത്രമൊന്നും, ബാക്കിയുള്ള അമ്മാമനാണ് അല്ല. പിന്നെ എല്ലാം അള്ളാഹ്ക്ക്. അതാ മുസ്ലിം. ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിലെ പ്രസ്താവന കണ്ടില്ലേ? എന്റെ നിസ്കാരവും എന്റെ അറവും എന്റെ ഹജ്ജും എന്റെ എല്ലാ ഇബാദത്തും വ മഹ്യായ വ മമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. എന്റെ പ്രസംഗം അല്ലാഹുവിനാണ്. നിങ്ങൾ കേൾക്കുന്നത് അല്ലാഹുവിനാണ്. നമ്മളിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹുവിനാണ്. അതല്ലേ ഒരു മുസ്ലിമിന്റെ പ്രസ്താവന. അപ്പൊ നേർച്ച മാത്രമല്ല അല്ലാഹ്, എല്ലാം അല്ലാഹ്ക്കാണ്. അപ്പൊ നേർച്ചയാക്കുന്നതും അല്ലാഹ്ക്കാണ്, കൊടുക്കുന്നതും അല്ലാഹ്ക്കാണ്. പക്ഷെ കിട്ടുന്നത് അവന്റെ സൃഷ്ടികൾക്കാണ്, ഉപകാരം അവന്റെ സൃഷ്ടികൾക്കാണ്. മയ്യത്ത് നിസ്കരിച്ചത് അല്ലാഹുവിനാണ്. അതിന്റെ കൂലി എനിക്കാണ്, അതിന്റെ ഫലം മയ്യത്തിനാണ്. ഇതുപോലെ മക്ബറയിൽ വന്ന് യാസീൻ ഓതിയാ, ആ യാസീൻ ഓതുന്ന അല്ലാഹുവിനാണ്. എന്നാൽ ആ യാസീൻ ഓതിന്റെ കൂലി എനിക്കാണ്, അതിന്റെ ഫലം ഖബറിലുള്ള ആൾക്കാണ്. ഇതാണ് സഹോദരന്മാരെ ഖബറിലുള്ളവർക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇബ്നു കസീറിന്റെ ഉദ്ധരണി തെറ്റിദ്ധരിച്ച് മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലമില്ലെന്ന് ഇമാം ശാഫിഈ പറഞ്ഞുകൊണ്ട് ചിലർ പറയാറുണ്ട്. അവർക്ക് അറിവില്ലാത്തതിന്റെ പേരിലാണ് കേട്ടോ. അത് ഞാൻ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൂടി പറയുന്നു. നോക്കോളൂ. ഈ മൈക്ക് സെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലം ആർക്കാണ്? ഓപ്പറേറ്ററിലൂടെ അതിന്റെ മുതലാളിക്ക്. അയാൾക്ക് ചിലപ്പോൾ ഇന്നിവിടെ ഉറക്കുന്ന മൂല്യം ഉണ്ടാവുള്ളൂ. ഈ മൈക്ക് സെറ്റിന്റെ പ്രതിഫലം ഇതിന്റെ മുതലാളിക്ക്, അല്ലേ? കൂലി മുതലാളിക്ക്. എന്നാൽ ഇതിന്റെ ഉപകാരം ആർക്കാ? നിങ്ങൾക്ക്, എനിക്ക്. അപ്പൊ ഉപകാരവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസം കണ്ടോ നിങ്ങൾ? പ്രതിഫലം അയാൾക്ക്, ഉപകാരം ഞമ്മക്ക്. ഇതുപോലെ ഞാൻ മയ്യത്ത് നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കരിച്ചതിന്റെ കൂലി എനിക്ക്, ഉപകാരം മയ്യത്തിന്. ഇതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട വാചകം. ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മയ്യത്തിന് ചേരൂല. കൂലി ഓതിയാൾക്ക് കൂലി, ഫലം മയ്യത്തിന്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥവും മനസ്സിലാക്കാൻ ചിലർക്ക് സാധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? ഖുർആൻ എന്താന്ന് വാദിച്ചു. വിവരമില്ലാഞ്ഞിട്ടാണ്, ചിന്തിക്കാഞ്ഞിട്ടാണ്. വിവരമുള്ള ഉസ്താദുമാരെ നേടിപ്പിടിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ കാര്യങ്ങൾ മുൻഗാമികളായ മഹാന്മാർ നടത്തിവന്നതും നടന്നു വന്നതുമായ കാര്യങ്ങൾ അതേതോ അറിവില്ലാത്ത ആളുകൾ ചിന്തിക്കാത്തതിന്റെ പേരിൽ നടന്നു വന്ന കാര്യങ്ങളല്ല. നമ്മുടെ പണ്ഡിതന്മാർ അവരെ കിതാബുകളിൽ അംഗീകാരം കൊടുത്ത കാര്യങ്ങൾ, ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യങ്ങൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ അംഗീകരിച്ച കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നിലനിർത്തും.
പണ്ഡിതന്മാർ അംഗീകരിക്കാവുന്ന വിഷയങ്ങൾ കൈയൊഴിക്കുകയും ചെയ്തുകൊണ്ട് മഹാന്മാരോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തണമെന്ന് മാത്രം ഈ സമയത്തുണർത്തി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ലേഖനം വായിച്ചു കേൾപ്പിക്കുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രം സമയമില്ല. ഇതെന്താണ് സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇത് 1951 ഞാൻ ജനിക്കുന്നതിന്റെ 8 കൊല്ലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു മാസികയാണ്. അതേ അൽബയാൻ മാസിക. ഇതിറക്കിയതാരാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അന്ന് പുറത്തിറക്കിയ മാസികയാണിത്. ഈ മാസികയിൽ ഇതിന്റെ 258 പേജ്, 267 പേജ്, അതുപോലെ 291 പേജ്, ഇങ്ങനെയുള്ള പേജുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നേർച്ചകളിലുള്ള അനാചാരങ്ങൾ, നേർച്ചകളിൽ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ഇതിൽ പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം കേട്ടോളൂ സഹോദരന്മാരെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ കൊല്ലത്തെ വാർഷിക യോഗത്തിൽ വെച്ച് പല തീരുമാനവും ചെയ്യുകയും പല പ്രമേയങ്ങളും പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. അവയെക്കുറിച്ചെല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവയിൽ നിന്ന് 2 വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ശരി കേട്ടോളൂ. അന്ന് 951 ലേഖനമാണ്. ഒന്നാമതായി നേർച്ച സ്ഥലങ്ങളിലും മസാറുകളിലും ഉലമാഇന്റെ അറിവിൽ പെടാത്ത നിലയിൽ നടന്നു വരുന്ന അനാചാരങ്ങളെ നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രമേയമാണ്. സുഹൃത്തുക്കളെ, ഇതിനെക്കുറിച്ച് നാം വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഒരു തരക്കാര് സിയാറത്ത് വേണ്ടെന്ന് പറയുവാൻ പോലും പ്രേരിപ്പിച്ചത് ഇന്നത്തെ ചില സ്ഥലങ്ങളിൽ നടന്നു വരുന്നതും ശറഈ വിരോധിക്കപ്പെട്ടതുമായ അനാചാരങ്ങളാണെന്ന് പറഞ്ഞാൽ അവാസ്തവമായി പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത്തരക്കാർ സമസ്തയിലെ അവരുടെ ഭാഷയിൽ യാഥാസ്ഥികന്മാരായ ഉലമായിനെ പഴിക്കുന്നതും അവരുടെ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഇത്യാദി അനാചാരങ്ങൾ ഉണ്ടായിത്തീരുന്നുവെന്ന് ഉദ്ഘോഷിക്കുന്നതും ഇനിയെങ്കിലും മതിയാക്കുമെന്നും അവരുടെ വായടക്കുവാൻ മേൽ പ്രസ്താവിച്ച പ്രമേയം പര്യാപ്തമാകുമെന്നും നമുക്ക് ആശിക്കാം എന്ന് പറഞ്ഞിട്ട് നീണ്ട ലേഖനമാണ്. ഈ ലേഖനത്തിൽ സഹോദരന്മാരെ നിങ്ങൾക്ക് കാണാം എഴുതുന്നത് എന്താണ് കേട്ടോളൂ. ഇന്ന് ചില പ്രദേശങ്ങളിൽ നേർച്ചകൾ, കല്യാണാതിയന്തരങ്ങൾ എന്നിവയുടെ അവസരം പതിവായി നാം കണ്ടുവരുന്ന സംഗതിയാണ്. മുട്ട്, വീണവലി, വെടിമരുന്ന് പ്രയോഗം മുതലായവ ഇവ ശറഇന്റെ ദൃഷ്ടിയാ ഹറാമാണെന്ന് പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതിയാണ്. മാത്രമല്ല, നമ്മുടെ പള്ളികളുടെ മുമ്പിൽ കൂടി മുട്ടിപ്പോയി എന്ന കാരണത്താൽ എത്ര സ്ഥലങ്ങളിൽ കഴിഞ്ഞ കാലത്ത് ഹിന്ദു മുസ്ലിം വഴക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ശേഷം 24 പേജിൽ. മലബാറിന്റെ ചരിത്രത്തിലേക്ക് മാത്രം കണ്ണോടിച്ചു നോക്കിയാൽ അത് ഹിന്ദുക്കളുടെ ആചാരമാണെന്നും മുസൽമാന്മാർ പണ്ഡിത പാമര വ്യത്യാസമന്യേ അതിനെ വെറുക്കുന്നുവെന്നും നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള മുട്ട്, വീണ ആദിയായ വാദ്യമേളങ്ങൾ ചില മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ലജ്ജാവഹവും വ്യസനകരവുമാണ്. ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോയെന്ന് ഓർത്തുകൊണ്ട് വ്യസനിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? ഇത്തരക്കാരുടെ കണ്ണ് സമസ്തയുടെ ഈ പ്രമേയം തുറപ്പിക്കുമെന്നും മേലിൽ ശറയിൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിലും അവർ വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. ഇത് നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. ഞാൻ ജനിക്കുന്നതിന്റെ ഏകദേശം 8-9 കൊല്ലം മുമ്പ്
അതേ മഹാന്മാരായ സമസ്ത കേരള ജമീയത്തുൽ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പണ്ഡിതന്മാര് സമസ്തയിൽ മെമ്പറാകുന്ന കാലത്ത് അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആലിമീങ്ങൾ വളരെ നന്നായി വിശദീകരിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകളുടെ മക്ബറകളിൽ ആലിമീങ്ങളുടെ അംഗീകാരമില്ലാതെ നടക്കുന്ന കാര്യങ്ങൾ അതിന് ആലിമീങ്ങൾ ഉത്തരവാദികളല്ല. പക്ഷെ ഒരു കാര്യം അറിയാതെ ചെയ്തു പോകാറുണ്ടല്ലോ. ഈ നാട്ടിലുള്ള ജനങ്ങളോട് ഞാൻ പറയുന്നു, ഇതുവരെ നിങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാതെ ചെയ്തു പോയെങ്കിൽ അത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സഹോദരന്മാരെ, ചെറിയ ചരിത്രം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഓർക്കുന്നു ബുഖാരിയിലെ ഹദീസ്. എന്താണ്? ബഹുമാനപ്പെട്ടവര് തീ കൊണ്ട് ശിക്ഷിച്ചു കളഞ്ഞു. തീ കൊണ്ട് ശിക്ഷിച്ച വിവരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ ആണെന്ന് ഞാൻ ഓർക്കുന്നു. ഒരു പ്രഗത്ഭനായ മറ്റൊരു സഹാബി അറിഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അറിയാത്തതുകൊണ്ട് ചെയ്തു പോയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു ഇല്ലാ റബ്ബുന്നാർ, തീ കൊണ്ട് തീരപ്പടച്ച റബ്ബ് മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയാത്തതുകൊണ്ടാണ് അലിയുള്ളാഹു ചെയ്തു പോയത്. അപ്പൊ അറിയാതെ ചെയ്തു പോയാൽ അതുകൊണ്ട് ഒരാൾ ആക്ഷേപിക്കാൻ പാടില്ല. ശരിയും നിങ്ങൾക്ക് കാണാം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹാ സുബ്ഹിക്ക് മിസായിലും പള്ളിയിൽ പോയാൽ എന്താ കാരണം? ആരും കാണുന്നില്ല, ഇരുട്ടല്ലേ. ഇന്നത്തെ പോലെ ട്യൂബും തന്നില്ലല്ലോ. പള്ളിയിലേക്ക് പുറപ്പെട്ടില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിക്ക് പോയി അടിച്ചിട്ട് തിരിച്ചു പറഞ്ഞില്ലേ? അത് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് നിഹായ രേഖപ്പെടുത്തിയില്ലേ? എന്താ കാരണം? ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരം ആതിക എന്ന സ്ത്രീ അറിഞ്ഞിരുന്നില്ല. അപ്പൊ അറിയാത്തതിന്റെ പേരിൽ ഒരു കാര്യം ചെയ്തു പോകൽ സ്വാഭാവികമാണ്. എന്നാൽ ഈ നെട്ടൂർ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, സയ്യിദന്മാരോടും സാധാരണക്കാരനോടും അലിമീങ്ങളോടും തോലിമീങ്ങളോടും എല്ലാവരോടും പറയുന്നു, ഇനി നിങ്ങൾ പടച്ചവന്റെ അടുക്കൽ എതിരുള്ളവരല്ല. കാര്യം ചെയ്യാൻ പാടില്ലാത്ത സംഗതികൾ മഹാന്മാരെ മക്ബറയിൽ വെച്ച് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അവരടുക്കൽ നല്ല അദബും വൃത്തവും കാണിക്കണം. ജീവിതകാലത്തൊരാളോട് എങ്ങനെ പെരുമാറുന്നുണ്ടോ അതുപോലെ മാത്രമേ ജീവിതകാലത്തിന് ശേഷവും പെരുമാറാൻ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ബറയിൽ പോകുമ്പോ തലമറച്ചിട്ടുണ്ടോ പർദ്ദ ധരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെ നോക്കാറില്ല. കാരണം എന്റെ ഭർത്താവല്ലേ, എനിക്ക് എങ്ങനെയും ഇറങ്ങിക്കൂടോ. പിന്നെ എന്റെ ബാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്തു. അപ്പോഴും പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണ്? എന്റെ ബാപ്പല്ലേ, എന്റെ ബാപ്പന്റെ മുമ്പിൽ തലമറക്കാതെ എനിക്ക് ഇറങ്ങിക്കൂടോ. എന്നാൽ അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്തപ്പോൾ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഞാനവിടെ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. ജീവിതകാലത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് മരണപ്പെട്ടതിനു ശേഷവും മഹാന്മാരോട് പെരുമാറേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സയ്യിദന്മാരെ മക്ബറയിൽ വളരെ ബർക്കത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ അതവോടെ വൃത്തത്തോടെ മാത്രമേ പെരുമാറാവൂ. അതുപോലെ തന്നെ ആലിമീങ്ങളെ മക്ബറ, ഔലിയാക്കളെ മക്ബറ, അവിടെ നമുക്ക് മുട്ടാനും പാടാനുമുള്ള സ്ഥലമല്ല. നൃത്തം കാണിക്കാനും അതുപോലെ നാടകം കാണിക്കാനുമുള്ള സ്ഥലമല്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവിടെ വേണ്ടത്. അവർക്ക് ഇഷ്ടപ്പെട്ടത് പരിശുദ്ധ ഖുർആനോദൽ തന്നെ, ദിക്ർ ചൊല്ലൽ തന്നെ, സലാത്ത് ചൊല്ലൽ തന്നെ. അങ്ങനെ അവരിഷ്ടപ്പെടുന്ന സംഗതികളാണ് അവരുടെ മക്ബറകളിൽ വെച്ച് നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ മക്ബറയുടെ സമീപത്ത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല കാര്യമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഏർപ്പെടാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇത് ഇന്നും ഇന്നലെയും പറയുന്നതല്ല.
ഇവിടെ മാത്രം പറയുന്നതല്ല. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് മുതഅല്ലിമായിരുന്ന കാലത്ത് പല മഹാന്മാരെയും മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അൽഹംദുലില്ലാഹ്, അതിന്റെ ബർക്കത്തും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ ഞാൻ സിയാറത്ത് ചെയ്യാൻ പോയ കൂട്ടത്തിൽ പുത്തമ്പള്ളി ജാറത്തിൽ സിയാറത്തിന് പോയി. ഞാൻ അവിടെ ചെന്നു. ഒരു വലിയ പെരുന്നാൾ കഴിഞ്ഞ ഒഴിവ് സമയത്താണ് പോയത്. ചില മുതഅല്ലിമീങ്ങളുടെ ദർസുൽ കിതാബ് ഓതുന്ന സമയത്ത് കിതാബിലെ സെബുക്കും മുടക്കിയിട്ട് സിയാറത്തിന് പോകുന്നവർ പാടില്ല കേട്ടോ. ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല. നമ്മളെ സെബുക്കും മുടക്കി സിയാറത്തിന് വന്നാൽ ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല. അതേ സമയത്ത് പെരുന്നാളിന്റെ ഒഴിവിലോ മറ്റോ പോയാൽ അത് ഔലിയാക്കൾക്കും ഇഷ്ടമുള്ളത് തന്നെ. ഞാൻ വലിയ പെരുന്നാളിന്റെ ഒഴിവിലാണ് വന്ന് പോയത്. ഇരിക്കട്ടോ, അങ്ങനെ ചെന്നു. ഞാൻ പുത്തമ്പള്ളി ജാറത്തിൽ ചെന്നു. ഞാൻ വല്ലാതെ വിഷമിച്ചുപോയി. എന്താ കാണുന്നതെന്നറിയാമോ? ജാറത്തിലൊരു മുസ്ലിയാർ, മൊയ്യാറെ പേരിലൊരാളുണ്ട്. വിവരമുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു മൊയ്യാറെ പേരിലൊരാൾ നിൽക്കുന്നുണ്ട്. ഒരു പെണ്ണവിടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് എടുത്തു. ആ വെളിച്ചെണ്ണ മൊയ്യാറങ്ങ് ഒഴിച്ചു കൊടുക്കാണ് വലിയ പെണ്ണിന്റെ കയ്യിലേക്ക്. എന്നിട്ടോ ആ പെണ്ണ് ആ കയ്യിൽ നിന്ന് ആ വെളിച്ചെണ്ണ ഇങ്ങോട്ട് എടുത്തിട്ട് സ്വന്തം തലയിലെ തട്ടമങ്ങ് എടുത്തു കളയുകയാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ കണ്ടുപോയതാ, മനഃപൂർവ്വം നോക്കിയതല്ല കേട്ടോ. അങ്ങനെ ഈ തട്ടമങ്ങ് എടുത്തിട്ട് തലയിൽ ചേർത്തിയാണ് വെളിച്ചെണ്ണ. ഞാൻ കണ്ടപ്പോ വല്ലാത്ത സങ്കടമായി പോയി. അന്യപുരുഷന്റെ മുമ്പിൽ തലമറക്കാതെ ഇറങ്ങുന്നത് ഹറാമല്ലേ ഉമ്മമാരെ? മഖബറയിൽ വെച്ച സാധനത്തിന് ബർക്കത്തുണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഹറാമായ നിനക്കത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് സിയാറത്തിൽ കഴിഞ്ഞ് ആ കമ്മിറ്റിന്റെ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ചെന്നോട്ടും അയാൾ അവിടെ ഇല്ല. അയാളോട് ഇത് പറയേണ്ടിട്ടാ പോയത്. അല്ലേ, നമ്മളെ കടപ്പാടല്ലേ, കണ്ടത് പറയണ്ടേ. ഞാനവിടെ ചെന്നു, സെക്രട്ടറി ഇല്ല. ഞാനൊരു എഴുത്തവിടെ എഴുതി വെച്ചിട്ട് പോന്നു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാൻ സാധിച്ചു, അന്നത്തെ സെക്രട്ടറി മുജാഹിദാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യം നടക്കാതിരിക്കുമോ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഇമാമിങ്ങളെ കിതാബുകളിൽ എഴുതിവെച്ചതനുസരിച്ച് മഖബറകൾ നടത്തിയില്ലെങ്കിൽ പടച്ചവന്റെ അടുക്കൽ മഖബറയിലുള്ള മഹാന്മാർ നമുക്കെതിരെ സാക്ഷി പറയും കേട്ടോ. പിന്നീട് എനിക്കവിടെ SYSന്റെ ഒരു പരിപാടി ഉണ്ടായി. അന്ന് ഞാൻ SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. കാലം കുറേയായി, 10-15 കൊല്ലം മുമ്പാണ്. പെരുമ്പടത്തിൽ ഞാൻ അങ്ങനെ അന്നൊരു ക്ലാസ് എടുത്തു. ഒരു പൊതുയോഗത്തിൽ SYSന്റെ യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. അന്നത്തെ പ്രസംഗം മാധ്യമം പത്രം 1991 കൊല്ലം 15-16ആയി. അന്നത്തെ മാധ്യമം പത്രത്തിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് കാണാം. ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ജാറം കാണുന്ന പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കണം. പെരുമ്പടപ്പ് ജാറങ്ങളിലും മഖ്ബറകളിലും മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കാതെ സന്ദർശനം നടത്തുന്നത് ബന്ധപ്പെട്ട മതസ്ഥാപന ഭാരവാഹികൾ നിരോധിക്കണമെന്ന് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആവശ്യപ്പെട്ടു. ജാറങ്ങളിൽ വരുന്ന അന്യ സ്ത്രീകളുടെ കയ്യിൽ പുരുഷന്മാര് വെളിച്ചെണ്ണ പകർന്നു കൊടുക്കുന്നതും തലമുടിയിൽ പുരട്ടുന്നതും അനിസ്ലാമികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പെരുമ്പടപ്പ് മുത്തമ്പള്ളി ജാറത്തിന് സമീപം 3 ദിവസം നീണ്ടുനിന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന നേതൃക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ പ്രസംഗം 1991 മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഞാനിത് പറയുന്നത് ഞാൻ ഇവിടെ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. ഇത് എല്ലാ മഖ്ബറയുടെ സമീപത്തും സന്ദർഭം കിട്ടിയാൽ പറയാറുണ്ട്. പ്രത്യേകം തെറ്റ് ചെയ്യുന്ന മഖ്ബറകൾ പ്രത്യേകം പറയാറുണ്ട്. ഞാൻ സങ്കടം പറയട്ടെ, ജീവിതം മുഴുക്കെ തെറ്റിനെതിരെ സംസാരിച്ച് ഹക്ക് തുറന്നു പറഞ്ഞ് ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധുക്കളായ നമ്മൾ ദീനീ പ്രചരണം നടത്തുമ്പോ നാദാപുരത്ത് വന്ന മൗലവി പ്രസംഗത്തിൽ പറയുന്നു, അതാ കുണ്ടോട്ടി നേർച്ചയിൽ അങ്ങനെയുണ്ട്, കാഞ്ഞിരമുട്ടൻ നേർച്ചയിൽ ഇങ്ങനെയുണ്ട്, മണത്തറ നേർച്ചയിൽ അങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് കുറെ നേർച്ചന്റെ ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് CD-യിൽ കാണിക്കുകയാണ്, സ്ക്രീനിൽ കാണിക്കുകയാണ്. എന്നിട്ട് ഇതല്ലേ നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞതിന്റെ മറുപടി നിങ്ങൾക്ക് കേൾക്കാം. വാസ്തവത്തിൽ അതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന ഞങ്ങളുടെ പേരിൽ ആ കാര്യങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് കാണിച്ച് അപരാധം പറഞ്ഞാൽ
ഈ അപരാധം പറയുന്നവർക്ക് പടച്ചവന്റെ കോടതിയിൽ വിശ്വാസമില്ലേ? നമ്മളെല്ലാം മരിക്കുന്ന ശരീരങ്ങളല്ലേ? സഹോദരന്മാരെ, പേരോടബ്രഹ്മാൻ സഖാബി നാദാപുരത്ത് നിന്നിവിടെ വന്ന് ഈ എറണാകുളം ഭാഗത്തുള്ള നിങ്ങളോട് എന്തെങ്കിലും പടച്ചവന്റെ നാവ് കൊണ്ട് സംസാരിച്ചെന്ന് പോയാൽ മതിയോ? നമ്മളെല്ലാവരും പടച്ചറബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവരല്ലേ? ഓരോരുത്തരും അല്ലാഹുവിന്റെ അടിമകളല്ലേ? അവന്റെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ? അവൻ തന്നെ വെള്ളം കുടിക്കുന്നവരല്ലേ? അവൻ തന്നെ ആരോഗ്യം കൊണ്ട് നിലനിൽക്കുന്നവരല്ലേ? അവൻ തന്നെ ഓക്സിജൻ ഓരോരിക്കലും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? ഇവിടെ തന്നെ പലരും ഇതാ ദുആ കൊണ്ട് വസിയ്യത്ത് നേർച്ചക്കാശുകൾ കൊടുത്തയച്ചിരിക്കുന്നു. കൂട്ടത്തിന് സുബ്ഹാനല്ലാഹ് മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുമുണ്ട്. ഇപ്പറേ പാവപ്പെട്ട ഞാനും മരിക്കുന്ന ശരീരമല്ലേ? നിങ്ങളും മരിക്കുന്നവരല്ലേ? എല്ലാ സയ്യിദന്മാരും എല്ലാ നേതാക്കന്മാരും എല്ലാ പണ്ഡിതന്മാരും എല്ലാ സാധാരണക്കാരും എല്ലാ സ്ത്രീകളും പുരുഷന്മാരും മരിക്കുന്നവരല്ലേ? ഇതിന്റെ ഭാഗത്തിൽ വിശുദ്ധങ്ങൾ ചോദിച്ചതുപോലെ, ഓ ചെറുപ്പക്കാരേ, മരണത്തിന്റെ സമയം ഏതാണെന്ന് നമുക്കറിയില്ലല്ലോ. പ്രായമുള്ളവരോട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, താടിയും തലയുമൊക്കെ നരച്ചില്ലേ? കളറ് മാറിയാൽ പിന്നെ അപ്പഴം പറിക്കാനായി എന്നതിന്റെ തെളിവല്ലേ? വാഴക്കയില്ലേ? വാഴയുടെ മേലെയുള്ള വാഴക്കുല, അതിന്റെ മേലെയുള്ള പച്ചക്കായവും അതിന്റെ തോലിന്റെ നിറം മാറിയാൽ പിന്നെ അത് മുറിച്ചെടുക്കില്ലേ? ഇരിഞ്ഞെടുക്കില്ലേ? അതുപോലെ താടിയും മീശയുമൊക്കെ പാവപ്പെട്ട എനിക്കും കളറ് മാറി തുടങ്ങിയില്ലേ? നമ്മളെല്ലാം യാത്ര പോകുന്നതിന്റെ സിഗ്നൽ കിട്ടിയില്ലേ? എന്നാൽ ചെറുപ്പക്കാരെ, തേങ്ങ വരണ്ടതിന് ശേഷം പറിക്കുന്നതിന് പകരം അതാ ഇളമ്പിന് പറിക്കുന്നത് കാണാറില്ലേ? പച്ചമാങ്ങ പച്ചിടുന്നത് കാണാറില്ലേ? പച്ചക്കായ ഇരിഞ്ഞെടുക്കുന്നത് കാണാറില്ലേ? യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ? ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോ ഒരുപാട് ആലിമീകളും സാദാത്തുക്കളും പലരും എന്റെ കൂടെയുണ്ട്. ഞാനിങ്ങനെ ഓർക്കുമ്പോ ഈ ഭാഗത്ത് വരുമ്പോ ഇവിടെയും ഉണ്ടായിരുന്ന ബാബമുസ്ലിയാർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ. വലിയ പ്രായമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലല്ലോ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. മരണം എല്ലാവർക്കും ഉള്ളതല്ലേ? അത് ചെറുപ്പകാലത്തും സംഭവിച്ചുകൂടാ എന്നില്ലല്ലോ. ശരി, ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവരുടെ ഭാഗത്തിൽ വിശ്രിതങ്ങൾ ചെറിയ മക്കളെ വിളിച്ചിട്ട് പറയുന്നു, കുട്ടികളെ, മച്ചിങ്ങ തെറിച്ചു പോകുന്ന വെളിച്ചിരി തൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾ കാണാറില്ലേ? ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ? പച്ചക്കറി പിടിയിട്ട് വരുന്ന സമയത്ത് ഈച്ച കുത്തി പോകുന്നത് കാണാറില്ലേ? മരണം കുട്ടിക്കാലത്തും സംഭവിച്ചുകൂടെ ഒന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മരണം മുന്നിലുണ്ടെന്ന ചിന്തയോടെ നിങ്ങൾ നേർച്ച നടത്തിയാലും ശരി, ആണ്ട് നടത്തിയാലും ശരി. ആണ്ട് എന്ന വാചകത്തിന്റെ അർത്ഥം കൊല്ലമെന്നാണ്. കൊല്ലത്തിൽ പറഞ്ഞു വരുന്ന പ്രവർത്തനങ്ങളാകുമ്പോ അതിനാണ്ടെന്ന് പറയുകയാണ്. കാണുന്നില്ലേ നിങ്ങൾ ഇപ്പോൾ സർവ്വ മുജാഹിദിന്റെ പള്ളിയുടെ സമീപത്തും കുട്ടനെയും പോത്തിനെയും കൊണ്ടുവന്ന് കെട്ടിയില്ലേ? ആണ്ട് കഴിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ? ആരുടെ ആണ്ടാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സ്മരണയ്ക്ക് വേണ്ടി ആണ്ടിലൊരിക്കൽ കുട്ടനെ അറുക്കാൻ, പോത്തിനെ അറുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതല്ലേ ഉദുഹിയത്തെന്ന് പറയുന്നത്. പക്ഷേ അറുക്കുന്ന സമയത്ത് അവരത് ചിന്തിക്കുന്നില്ല. പണ്ടെങ്ങാനും മരണപ്പെട്ടു പോയ രണ്ട് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ആണ്ടിലൊരിക്കൽ അറുക്കാനുള്ളതല്ലേ ഉദുഹിയത്തെന്ന് പറയുന്നത്. അത് 4 ദിവസം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ആണ്ട് പരിപാടിയല്ലേ? പെരുന്നാളിന്റെ അന്നും പിറ്റെന്നും 4 ദിവസവും അറവ് നടത്താമല്ലോ. അതാ മഹാന്മാരുടെ പേരിലുള്ളതല്ലേ? ഇത് ഞാൻ നാദാവെന്ന് പറഞ്ഞപ്പോ മൗലവി പറഞ്ഞു, പേരോടിന് ആണ്ടെന്താണെന്നറിയില്ല, മരിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആണ്ടുണ്ടാവുക. ഇബ്രാഹിം നബി മരിച്ചത് ദുൽഹജ്ജ് 10-നാണോ എന്ന് അയാൾ ചോദിച്ചു. അയാൾ അറിവ് കുറവാണ്. അല്ലാഹു അദ്ദേഹത്തിന് വിവരം കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്കൂ, ബദരീങ്ങൾ ആണ്ട് നമ്മൾ കൊണ്ടാടാറില്ലേ? അന്ന് ബദരീങ്ങൾ മരിച്ച ദിവസമാണോ? ബദരീകളിൽ ഒന്നാമത്തെ മെമ്പർ മുഹമ്മദുർ റസൂലുള്ളാഹി
വഫാത്തായത് റമദാൻ 17-നാണോ? റസൂലുള്ളാഹിന്റെ വഫാത്ത് റമദാൻ 17-നാണോ? സിദ്ദീഖുൽ അക്ബർ രണ്ടാമത്തെ മെമ്പറാണ്, വഫാത്ത് റമദാൻ 17-നാണോ? ഉമർ ഇബ്നു ഖത്താബ് മൂന്നാമത്തെ മെമ്പറാണ്, അവിടുത്തെ വഫാത്ത് റമദാൻ 17-നാണോ? റമദാൻ 17 ബദരീങ്ങൾ ആണ്ട് കൊണ്ടാടുന്നതിന്റെ കാരണം എന്താണ്? ബദരീങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഗതി നടന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് ആ ദിവസം അതിന് തെരഞ്ഞെടുത്തു, ആ മാസം അതിന് തെരഞ്ഞെടുത്തു. ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ത്യാഗം നടന്ന ദിവസം, അവരുടെ ആണ്ടിനു വേണ്ടി മുസ്ലിം ലോകത്ത് അല്ലാഹു നിശ്ചയിച്ചു. അതിനാൽ 4 ദിവസവും കൊല്ലത്തിലൊരിക്കൽ ഈ 2 മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ച് കുട്ടനെയും പോത്തിനെയും ഒക്കെ അറുത്തു കൊടുക്കുന്നത് അതാ സുന്നികളല്ലാത്തവരും ആണ്ട് വിരോധികളും അറുത്തു കൊടുക്കുന്നത് കാണുന്നില്ലേ? അവരും ആ മാംസം തിന്നുന്നില്ലേ? പക്ഷേ അവരതിന്റെ നിയമങ്ങൾ അഭിലംഘിച്ചുകൊണ്ട് പല സ്ഥലത്തും അതിന്റെ മാംസം കൊടുക്കാൻ പറ്റാത്തവർക്കും കൊടുക്കുന്നുണ്ട്. അതവർക്ക് എല്ലാം കല്ലത്താക്കണമെന്ന ചിന്തയാണ്. എല്ലാ ദീനിന്റെ നിയമങ്ങളും പൊളിച്ചെഴുതേണ്ട ആവശ്യമാണ്. അത് നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ കട്ടുപ്പാറ പ്രസംഗത്തിന്റെ സീഡി കിട്ടുമ്പോൾ നിങ്ങൾ കേട്ടോളൂ, കുറ്റ്യാടിയിലെ പ്രസംഗത്തിന്റെ കേട്ടോളൂ. ഇത് ഞാൻ ആ സീഡിയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ പുസ്തകമാണ്. ഇതിന്റെ തുടക്കം നിങ്ങൾ സക്കാത്ത് കൊടുത്തോ എന്നാണ്. സക്കാത്ത് വാങ്ങാൻ കുറെ പാളയും കൊണ്ട് കമ്മിറ്റിക്കാരുന്നു, സക്കാത്ത് വാങ്ങാൻ. എന്നിട്ട് ഈ സക്കാത്ത് ചെലവഴിച്ച കണക്ക് നോക്കണോ നിങ്ങൾക്ക്? ഇതിന്റെ കണക്കുണ്ടെങ്കിൽ എന്താ കണക്ക്? ഇത് പ്രസിദ്ധീകരിച്ചത് KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സലി മസ്ജിദുൽ മുജാഹിദീൻ കാരപ്പറമ്പ്. ഇതിലെന്താ കണക്ക് കേട്ടോളെ? കണക്ക് കേട്ടോ. KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സലി 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. മുൻ വർഷത്തെ ബാക്കി 41,104. കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് ഇക്കൊല്ലം ബാക്കി. സാധുക്കൾ തീർന്നുവെച്ചു. ആൾക്കാരോട് സക്കാത്തിന്റെ പൈസ വാങ്ങിയിട്ട് മൗലവിമാര് ബാഗിൽ കൊണ്ടിട്ട് പലിശ വാങ്ങാനേ. മുൻ വർഷത്തെ ബാക്കി സാധുക്കൾ തീർന്നു. മുൻ വർഷത്തെ ബാക്കി 41,160. ഇനി അടുത്ത കേട്ടോളി വരവാണ്. മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 2,65,522. ഇനി ഒരു വരവ് കേട്ടോളി. അടുത്ത വരവ് ബാങ്ക് പലിശ 939. സക്കാത്തിന്റെ ഫണ്ടിലേക്ക് ബാങ്ക് പലിശ വരവേ. നിങ്ങൾ ആലോചിച്ച് എവിടെ എത്തി ഇസ്ലാം? സുബ്ഹാനല്ലാഹ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. കച്ചവടം ഹലാലാക്കി, പലിശ ഹറാമാക്കി എന്ന് ഖുർആൻ പറയും. എന്റെ മൗലവിമാര് ബാങ്ക് പലിശ സക്കാത്തിന്റെ ഫണ്ടിലേക്ക്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ചെലവ് വെക്കണോ? അല്ലാഹു തആല സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞായിരിക്കാം. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ 8 കൂട്ടർക്കാ. അതിന്റെ ചെലവിന്റെ കണക്ക് വെക്കണോ? കേട്ടോളി. ചെലവ് പ്രിന്റിംഗ് ചാർജ് 520. പ്രിന്റിംഗ് ചാർജ് സക്കാത്തിന്റെ ചെലവ്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ പ്രിന്റിംഗ്. ഇങ്ങനെ ഖുർആനിലുണ്ടോ? ഈ ആളുകളോടൊക്കെ പറയും ഖുർആൻ സുന്നത്തും മുറുക്കി പിടിക്കണം. എന്ത് ഖുർആൻ സുന്നത്തും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങളെ സക്കാത്ത് കമ്മിറ്റിയുമായി വരുന്ന കക്ഷികൾക്ക്, സക്കാത്ത് പിരിക്കാൻ നടക്കുന്ന കമ്മിറ്റിക്കാർക്ക് കൊടുത്ത് നിങ്ങൾ പലിശക്കാരാകല്ല കേട്ടോ, സക്കാത്ത് വീടാത്തവരാകല്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ തർക്കം പറയുകയാണെന്ന് മുസ്ലിമീങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. നിങ്ങൾ ആഖിറത്തിൽ വെച്ച് ഞങ്ങളെ പിടികൂടും. ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആഖിറത്തിൽ വെച്ച് കുടുങ്ങുമ്പോൾ ഞങ്ങളെ പിടികൂടും. നിങ്ങൾ ചീത്ത പറയുന്നില്ലല്ലോ, തെറി പറയുന്നില്ലല്ലോ, തെളിവ് സഹിതമല്ലേ കാര്യങ്ങൾ പറയുന്നത്. അന്ന് മുസ്ലിമീങ്ങളെ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? ആ മഹാന്മാരായ പണ്ഡിതന്മാരെയും സജ്ജനങ്ങളെയും പിന്തുടർന്ന് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം